ഹോപ്സിൻ്റെ ഓൺലൈൻ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തിയ മാത്തമാറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വിശകലനം ചെയ്യാം. ഫസ്റ്റ് ചോദ്യം, 12 വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകം കോണുകളുടെ തുക എത്ര? 1200, 1600, 1800, 2100. ഒരു ബഹുഭുജത്തിൻ്റെ അകം കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഐഡിയ n-2 × 180 എന്ന് പറയും. ഇതിൽ n എന്താണെന്ന് ചോദിച്ചാൽ വശങ്ങളുടെ എണ്ണം. 12 വശം എന്ന് പറയുമ്പോൾ 12 - 2 × 180 എന്ന് പറയാം. 10 × 180 എന്ന് വരും. ആൻസർ 1800. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകംകോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ ബഹുഭുജത്തിന് എത്ര വശമുണ്ടായിരിക്കും? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതേപോലെ ഒരു ബഹുഭുജത്തിൻ്റെ അകംകോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഐഡിയ n-2 × 180 ആണ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകം കോണുകളുടെ തുകയുടെ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 മടങ്ങാണ് 360 എന്ന് പറയുമ്പോൾ ഈ അകം കോണുകളുടെ തുകയായ n-2 × 180 വില എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 180. കാരണം 180 2 മടങ്ങാണ് 360 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം n-2 വില എത്രയാണെന്ന് ചോദിച്ചാൽ 180/180 വാല്യൂ 1 എന്ന് വരും. n-ൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 1 + ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആയി മാറി. ആൻസർ 3 എന്ന് വരും. തേർഡ് ചോദ്യം, 1 × 2, 2 × 3, 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യ 10 പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ എ 340, ഓപ്ഷൻ ബി 430, ഓപ്ഷൻ സി 440, ഓപ്ഷൻ ഡി 540. ചോദ്യം ഇങ്ങനെയാണ്: 1 × 2, 2 × 3, 3 × 4 ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യ 10 പദങ്ങളുടെ തുക. ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഇത്രയേ ഉള്ളൂ. n × n+1 × n+2/3 എന്ന് പഠിച്ചാൽ മതി. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമായിരിക്കും. 10 പദം എന്ന് പറയുമ്പോൾ 10 × 11 × 12/3 എന്ന് വരും. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് വരും. 11 × 4 44 × 10. ആൻസർ 440 ആയിരിക്കും. ഫോർത്ത് ചോദ്യം, 488 + 488 + 488 + 488 = 4k ആയാൽ kയുടെ വില എത്രയായിരിക്കും? ഓപ്ഷൻ എ 89, ഓപ്ഷൻ ബി 88, ഓപ്ഷൻ സി 87, ഓപ്ഷൻ ഡി 22. അപ്പം 488 + 488 + 488 + 488 വില 4k എന്ന് പറയാം. 1, 2, 3, 4 പ്രാവശ്യമാണ് 488 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 4 × 488 വില 4k എന്ന് പറയാം. വെറും 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ 1 ആണ്. നമ്മൾ കൃത്യങ്ക നിയമത്തിൽ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 488 ഒന്നും കൂടെ ചേരുമ്പോൾ 89ൻ്റെ വിലയാണ് 4k എന്ന് പറയുന്നത്. ഇനിയും കൃത്യങ്ക നിയമത്തിൽ a⁻m = a⁻n ആണെങ്കിൽ m = n എന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ a⁻m = a⁻n പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം kയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 89 എന്ന് പറയാം. ഫിഫ്ത്ത് ചോദ്യം, 280 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 km/h 50 km/h എന്ന ക്രമത്തിലാണ്. രണ്ടുപേരും പരസ്പരം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? എ ഓപ്ഷൻ 16.8 സെക്കൻഡ്, ബി 17.8 സെക്കൻഡ്, സി 18.1 സെക്കൻഡ്, ടി 18.6 സെക്കൻഡ്. 2 ട്രെയിനുകൾ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് കടന്നു പോകാനെടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ട്രെയിൻ 1ൻ്റെ നീളവും ട്രെയിൻ 2ൻ്റെ നീളവും കൂട്ടിയിട്ട് ട്രെയിൻ 1ൻ്റെ വേഗതയും ട്രെയിൻ 2ൻ്റെ വേഗതയും കൂട്ടിയത് കൊണ്ട് ഹരിച്ചാൽ മതി. 2 ട്രെയിനിൻ്റെയും നീളം കൂട്ടുക, 2 ട്രെയിനിൻ്റെയും വേഗത കൂട്ടുക, ആ നീളത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നീളം മിക്കപ്പോഴും മീറ്ററിലായിരിക്കും തരിക, വേഗത km/h തരിക. ആ km/h തന്നിരിക്കുന്ന വേഗതയെ m/s കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നീളങ്ങൾ തന്നിരിക്കുന്നത് 280 + 320 വേഗതകൾ തന്നിരിക്കുന്നത് 60 + 50 ആണ്. ഇത് km/h ആയതുകൊണ്ട്
മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 വെച്ച് ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 250ഉം 320ഉം കൂടി കൂട്ടുമ്പോൾ 570 എന്ന് വരും, ബൈ 60ഉം 50ഉം കൂടെ ചേരുമ്പോൾ 110 എന്ന് വരും, ഇൻറ്റു ഭിന്നസംഖ്യയായ 5/18 കൊണ്ട് ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിക്കുക. ഉത്തരം 18 എത്ര വരും? 5. അപ്പോൾ 0 0 ക്യാൻസലായിപ്പോയി. 57ഉം 18ഉം കൂടെ ഗുണിക്കണം. 57ഉം 18ഉം കൂടെ ഗുണിക്കുമ്പോൾ 1026/11ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ 55 എന്ന് വരും. 1026നെ 55 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 18.6 സെക്കൻഡ് എന്ന് വരും. 6th ക്വസ്റ്റ്യൻ. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? ഓപ്ഷൻ നമ്പർ എ 14, ഓപ്ഷൻ നമ്പർ ബി 15, ഓപ്ഷൻ നമ്പർ സി 16, ഓപ്ഷൻ നമ്പർ ഡി 17. അപ്പോൾ 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ ഏത് പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2500 എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 50ൻ്റെ വർഗ്ഗമാണ്. 50 × 50 ആണ് 2500 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിലെ ഈ 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചാൽ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഐഡിയ an - a1/d + 1 എന്ന് പറയാം. ഇതിൽ an എന്താണെന്ന് ചോദിച്ചാൽ അവസാന പദമായിരിക്കും, a1 ആദ്യ പദമായിരിക്കും, d പൊതുവ്യത്യാസമായിരിക്കും, +1 എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ an എന്ന് പറയുമ്പോൾ 50 ആയിരിക്കും, a1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 വീതം കൂട്ടിക്കൂട്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 50 - 2/3 + 1 എന്ന് വരും. ഉത്തരം 48/3 + 1 എന്ന് വരും. 16 + 1 ആൻസർ 17ാമത്തെ പദമെന്ന് പറയും. 7th ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന 1, 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. പ്രസ്താവന 2, 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. പ്രസ്താവന 3, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ടസംഖ്യ പോലും ഇല്ല. പ്രസ്താവന 4, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ടസംഖ്യ ഉണ്ട്. ഓപ്ഷൻസ് എ 1ഉം 4ഉം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ ഡി സി 2ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 4 മാത്രം ശരി. നമുക്ക് നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുത്താൽ 25 അഭാജ്യ സംഖ്യകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രസ്താവന 2 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അവിടെ 15 അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് പറയാം. 50 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അവിടെ 10 അഭാജ്യ സംഖ്യ ഉണ്ടെന്നും പറയാം. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കി. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ടസംഖ്യ പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പ്രസ്താവനയിൽ അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ടസംഖ്യ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അഭാജ്യ സംഖ്യ ഒന്ന് എഴുതി നോക്കാം. 2, 3, 5, 7, 11 ഇങ്ങനെയാണ്. അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമായിരിക്കണം. ഇനി 2ൻ്റെ ഘടകങ്ങൾ നോക്കി. 1ഉം 2ഉം മാത്രമാണ് 2ൻ്റെ ഘടകങ്ങൾ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇരട്ടസംഖ്യയാണ്, കൂടാതെ 2 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയുമാണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഏക അഭാജ്യ സംഖ്യ ഇരട്ടസംഖ്യയായ അഭാജ്യ സംഖ്യ 2 ആണ്. പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ നമ്പർ സി. 8th ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് വൺ, n = 1, 2, 3, 4 എക്സെട്ര. സെക്കൻഡ് വൺ, s = 2, 4, 6, 8 എക്സെട്ര. തേർഡ് വൺ, f = 1, 3, 5, 7 എക്സെട്ര. ഞാനൊന്ന് എഴുതാം. n = തന്നിരിക്കുന്നത് 1, 2, 3, 4 എക്സെട്ര. ഇനി s = തന്നിരിക്കുന്നത് 2, 4, 6, 8 എക്സെട്ര. ആൻഡ് അടുത്ത് തന്നിരിക്കുന്നത് f = 1, 3, 5, 7 എക്സെട്ര. ഇനി ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 1ലും 2ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്, ഇൻഫൈനൈറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, 2ലും 3ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. തേർഡ് ഓപ്ഷൻ, 1ലും 3ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, 1ലും 2ലും 3ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. നമുക്ക് നോക്കാം. n ഫസ്റ്റ് സെറ്റ് ഉണ്ട്. അതിൽ 1, 2, 3, 4 എന്ന് വെച്ചാൽ എല്ലാം എണ്ണൽ സംഖ്യകളാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നാച്ചുറൽ നമ്പറും ഇതിനകത്തിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളായ 2, 3, 5, 7 എല്ലാ സംഖ്യകളും ഈ സെറ്റിൽ വരും. ഓക്കെ ആണല്ലോ? എന്ന് പറയുമ്പോൾ ഈ സെറ്റിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നാമത്തെ സെറ്റിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് അനന്തമാണ്.
ഇനി സെക്കൻഡ് വൺ നോക്കി, രണ്ടാമതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2, 4, 6, 8 എന്ന് പറയുന്ന ഇരട്ടസംഖ്യകളാണ്. ഇതിൽ 2 എന്ന് പറയുന്ന ഒരേ ഒരു അഭാജ്യസംഖ്യ മാത്രമേ വന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിലെ അഭാജ്യസംഖ്യകളുടെ എണ്ണം അനന്തം അല്ല. ഇനി മൂന്നാമത്തെ സെറ്റ് നോക്കി, എഫിനകത്തിൽ 1, 3, 5, 7 എന്ന് പറയുന്ന ഒറ്റസംഖ്യകളാണ് വന്നിരിക്കുന്നത്. ഏക അഭാജ്യസംഖ്യ, ഇരട്ടസംഖ്യ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ബാക്കിയുള്ള എല്ലാ അഭാജ്യസംഖ്യകളും ഒറ്റസംഖ്യകളാണ്. എന്ന് വെച്ചാൽ ഈ സെറ്റിൽ 2 ഒഴിച്ച് ബാക്കി എല്ലാ അഭാജ്യസംഖ്യകളും വരും. അപ്പോൾ ഇതിലെ അഭാജ്യസംഖ്യകളുടെ എണ്ണവും അനന്തമാണ്. അപ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തെയിലും മൂന്നാമത്തെയും സെറ്റിലെ അഭാജ്യസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് അനന്തമാണ് എന്ന് പറയുമ്പോൾ സി ഓപ്ഷൻ എന്ന് പറയാം. 9th ക്വസ്റ്റ്യൻ, 15 സെൻറ്റിമീറ്റർ ആരമുള്ള ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ എ 4, ഓപ്ഷൻ നമ്പർ ബി 5, ഓപ്ഷൻ നമ്പർ സി 6, ഓപ്ഷൻ നമ്പർ ഡി 7. നോക്കിക്കേ, ഒരു വലിയ ഗോളമുണ്ട്, അതിൻ്റെ ആരം 15 ആണ്. അതിനെ ഉരുക്കി ചെറിയ ഗോളം നിർമ്മിക്കുന്നു, 27 നിർമ്മിക്കുന്നു. എങ്കിൽ ഈ ചെറിയ ഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ചെറിയ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ക്യൂബ് റൂട്ട് ഓഫ് വലിയ ഗോളത്തിൻ്റെ ആരത്തിൻ്റെ ക്യൂബ് ബൈ എണ്ണം എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂബ് റൂട്ട് ഓഫ് നിങ്ങൾക്ക് 15ൻ്റെ ക്യൂബ് ബൈ 27 എന്ന് പറയും. വലുതിൻ്റെ ആരം 15 ആണ്, എണ്ണം 27 ആണ്. അപ്പോൾ നമ്മൾക്ക് ക്യൂബ് റൂട്ട് ഓഫ് ഉത്തരത്തിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കും, 15 × 15 × 15 ബൈ 27നെ 3 × 3 × 3 എന്ന് പറയാം. 15 3 കൂടെ ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 5. ഇവിടെയും 5 വരും, ഇവിടെയും 5 വരും. അപ്പോൾ 5 × 5 × 5 ക്യൂബ് റൂട്ട് ഓഫ് നിങ്ങൾക്ക് 125 എന്ന് കിട്ടും. 125 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്ര ആയിരിക്കും? 5. 10th ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഓപ്ഷൻ നമ്പർ എ 20%, ഓപ്ഷൻ നമ്പർ ബി 15%, ഓപ്ഷൻ നമ്പർ സി 17%, ഓപ്ഷൻ നമ്പർ ഡി 10%. അപ്പോൾ വിൽപ്പന വില എന്ന് പറഞ്ഞാൽ പരസ്യവില എന്നാണ് പറയുന്നത്. അപ്പോൾ പരസ്യവില എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 840. അയാൾ വിറ്റ വില എന്ന് പറയുന്നത് 714 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 840 രൂപ പരസ്യവിലയുള്ള സാധനം വിറ്റത് 714 രൂപയ്ക്കാണ്. എത്ര രൂപയാണോ കുറച്ച് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പേരിൽ പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ 840 നിന്ന് 714 കുറച്ചാൽ മതി, ആൻസർ 126 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിത് ചോദിച്ചത് ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഉള്ള ഐഡിയ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100 എന്ന് പഠിക്കണം. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യവില ഇൻറ്റു 100 എന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 126/840 ഇൻറ്റു 100 എന്ന് വരും. 0 ക്യാൻസലായിപ്പോയി, 1260/84 എന്ന് വരും. 1260നെ 84 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 15% എന്ന് വരും. ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 15%. ചിത്രത്തിൽ ചാപം എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ എ 100 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ബി 50 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ സി 40 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ഡി 30 ഡിഗ്രി. ഈ ചോദ്യം 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുമുള്ളതാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുമുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു വൃത്തത്തിലെ ഏതൊരു ചാപവും അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുമ്പോൾ, ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കി, ഈ എ ബി എന്ന് പറയുന്ന ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എ ബിയുടെ മറുചാപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? x/2. എ ബി എന്ന് പറയുന്ന ചാപം ഈ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് x/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചാപം എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആണെങ്കിൽ കോൺ എ സി ബി എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നോക്കി, ഈ ചാപം എ സി ബി, ഈ എ സി ബിയുടെ അളവ്, ഈ വലിയ ചാപത്തിൻ്റെ അളവ് 260 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന ഈ ചാപത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ് 360 ആണ്.
360 നിന്ന് 260 കുറച്ചാൽ മതി, ആൻസർ 100 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈ 260 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരളവാണ് 260 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരളവ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ. അപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 50. നമ്മളിപ്പോൾ ചെയ്ത ചോദ്യവുമായി ബന്ധപ്പെട്ട 1-2 കൺസെപ്റ്റുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിലെ 4 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളായാൽ അത്തരം ചതുർഭുജത്തെ ചാക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. നോക്കിക്കേ, എ ബി സി ഡി എന്ന് പറയുന്ന ഈ ചതുർഭുജം ഇതിൻ്റെ 4 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അതിനാൽ നമ്മൾക്ക് എ ബി സി ഡിയെ ചാക്രീയ ചതുർഭുജം എന്ന് പറയാം. ഇനി ഈ ചാക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുകണ്ഡത്തിലെ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ മറുകണ്ഡത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി സി ഡി ഒരു ചാക്രീയ ചതുർഭുജമാണെങ്കിൽ ഈ കോൺ സിയും കോൺ ഡിയും കൂടി കൂട്ടുമ്പോൾ കോൺ സിയും കോൺ ഡിയും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അതിനാൽ ഇവ അനുപൂരകം ആണെന്ന് പറയാം. ഇനി നമ്മുടെ ഇതേ ചോദ്യത്തിൽ തന്നെ കോൺ സി തന്നിട്ട് ഇപ്പോൾ ചോദിക്കുവാണ്, കോൺ സിയുടെ വാല്യൂ ഒരു 50 ഡിഗ്രി തന്നിട്ട് കോൺ ഡി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, 180 നിന്ന് ആ 50 കുറച്ചാൽ മതി. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നത് കൊണ്ട്. ഒരു ചോദ്യം ചെയ്യാം. ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചാക്രീയ ചതുർഭുജമാണ്. കോൺ എ സി ബി എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയാൽ കോൺ എ ഡി ബി എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചാക്രീയ ചതുർഭുജമാണ്. കോൺ എ സി ബി എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയാൽ കോൺ എ ഡി ബി എത്രയായിരിക്കും? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞായിരുന്നു, ഒരു ചതുർഭുജം ചാക്രീയമാണെങ്കിൽ അതിൻ്റെ മറുകണ്ഡത്തിലെ കോണുകൾ അനുപൂരകമാണ്, അല്ലെങ്കിൽ ആ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ എ സി ബി ഈ ഒരു കോൺ 80 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മറുകണ്ഡത്തിലെ കോൺ ഈ എ ഡി ബി എത്രയാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ 180 നിന്ന് ആ 80 കുറച്ചാൽ മതി, ആൻസർ 100 ഡിഗ്രി എന്ന് പറയാം. നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് പറയാം. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന് പുറത്തുള്ളൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന് പുറത്തുള്ളൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി അടുത്ത കാര്യം, വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, വൃത്തത്തിനുള്ളിലുള്ള ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന് പുറത്തുള്ളൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ, ഈ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് വൃത്തത്തിനുള്ളിലുള്ളൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അത് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചതുരം എ ബി സി ഡിയിൽ കോൺ എ 105 ഡിഗ്രി, കോൺ ബി 55 ഡിഗ്രി, കോൺ സി 110 ഡിഗ്രി. എ സി വ്യാസമാക്കി ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഡിയുടെ സ്ഥാനം എവിടെ? ഓപ്ഷൻ നമ്പർ എ വൃത്തത്തിന് പുറത്ത്, ഓപ്ഷൻ നമ്പർ ബി വൃത്തത്തിനകത്ത്, ഓപ്ഷൻ നമ്പർ സി വൃത്തത്തിൽ, ഓപ്ഷൻ നമ്പർ ഡി വൃത്തത്തിന് അകത്തോ പുറത്തോ ആകാം. നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ഒരു വൃത്തത്തിൻ്റെ വ്യാസം വൃത്തത്തിന് പുറത്ത് വരയ്ക്കുന്ന കോണിൻ്റെ അളവ് 90 ഡിഗ്രിയിൽ കുറവും, വൃത്തത്തിന് ആണെങ്കിൽ 90 ഡിഗ്രിയും, വൃത്തത്തിന് അകത്താണെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതലാണെന്നും പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോൺ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം, ഒരു ചതുർഭുജത്തിൻ്റെ ആന്തരകോണിൻ്റെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ കോൺ ഡി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 എന്ന് ഈ പറയുന്ന 105ഉം 110ഉം 55ഉം കൂടി കൂട്ടിയത് കുറച്ചാൽ മതി. 105ഉം 110ഉം 55ഉം കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പം 360 എന്ന് ഇത് കൂട്ടുമ്പോൾ 270 എന്ന് വരും. ആൻസർ 90 ഡിഗ്രി എന്ന് വരും. അപ്പോൾ കോൺ ഡിയുടെ അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, കോൺ ഡി 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ആ ഡി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിലായിരിക്കും എന്ന് പറയാം. എവിടെ ആയിരിക്കും? വൃത്തത്തിൽ ആയിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണിൻ്റെ അളവെത്ര? ഓപ്ഷൻ നമ്പർ എ 75 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ബി 60 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ സി 45 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ഡി 55 ഡിഗ്രി. ആ ചോദ്യത്തിൻ്റെ ചിത്രം എങ്ങനെയാണ്? ഒരു ക്ലോക്കിൻ്റെ കംപ്ലീറ്റ് മൊത്തം കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, അതിനെ 12 തുല്യ ഭാഗമായി വീതിച്ചിട്ടുണ്ട്. ഈ ഓരോ ഭാഗം എന്ന് പറയുന്നതും നമ്മൾക്ക് പറയാം 30 ഡിഗ്രിയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്, ഇതെല്ലാം 30 ഡിഗ്രിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് 1ഉം 8ഉം 4ഉം ചേർത്ത് ഒരു ത്രികോണം വരച്ചു. ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണം, ഇവിടെ എ സി എന്ന് പറയുന്ന ചാപം, എ സി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 30, 60, 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചാപത്തിൻ്റെ മറുചാപത്തിലുണ്ടാകുന്ന കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ആൻസർ എത്ര ആയിരിക്കും? 45. ഓക്കെ ആണല്ലോ. ഇതേപോലെ തന്നെ സി ബി എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 30, 60, 90, 120 ആയിരിക്കും. ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലുണ്ടാകുന്ന കോൺ. ആൻസർ എത്ര ആയിരിക്കും? 60. ഇവിടെ ബി എ എന്ന് പറയുന്ന ചാപത്തിൻ്റെ കോൺ 30, 60, 90, 120, 150 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രകോൺ 180 ആയിരിക്കും. ഇവിടെ ഒരു കേന്ദ്രം വരച്ചാൽ കോൺ 150 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുചാപത്തിലെ കോൺ എന്ന് പറയുന്നത് 180ൻ്റെ പകുതി 75 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ 120 ആണെങ്കിൽ അതിന് മറുചാപത്തിലെ കോൺ പകുതി 60 ആയിരിക്കും. ഇതിൻ്റെ കേന്ദ്രകോൺ 90 ആണെങ്കിൽ മറുചാപത്തിലെ കോൺ 45 ആയിരിക്കും. ഇതിൻ്റെ കേന്ദ്രകോൺ 180 ആണെങ്കിൽ മറുചാപത്തിലെ കോൺ എത്ര ആയിരിക്കും? 75. അപ്പോൾ ഏറ്റവും വലിയ കോൺ ഏതാണെന്ന് ചോദിച്ചാൽ 75 ഡിഗ്രി ആയിരിക്കും. ആൻസർ 75 ഡിഗ്രി. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണിൻ്റെ അളവെത്ര? ഓപ്ഷൻ നമ്പർ എ 75 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ബി 60 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ സി 45 ഡിഗ്രി, ഓപ്ഷൻ നമ്പർ ഡി 55 ഡിഗ്രി. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ പി എ ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, പി ബി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, പി സി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആയാൽ പി ഡി എത്ര? എ ഓപ്ഷൻ 16 സെൻറ്റിമീറ്റർ, ബി ഓപ്ഷൻ 20 സെൻറ്റിമീറ്റർ, സി ഓപ്ഷൻ 15 സെൻറ്റിമീറ്റർ, ഡി ഓപ്ഷൻ 12 സെൻറ്റിമീറ്റർ. ഈ ചോദ്യം ചെയ്യാനുള്ള കൺസെപ്റ്റ് ഇങ്ങനെയാണ്. എ ബിയും സി ഡിയും വൃത്തത്തിലെ 2 ഞാണുകളാണ്. പി എന്ന ബിന്ദുവിൽ വൃത്തത്തിനുള്ളിൽ വെച്ച് ഇവ കൂട്ടിമുട്ടുന്നു എങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയാം. ഓക്കെ, അതായത് ഇത് രണ്ടും കൂടി ഗുണിക്കുന്നതിന് തുല്യമാണ് ഇത് രണ്ടും കൂടി ഗുണിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അവർ തന്നിട്ടുണ്ട് പി എയുടെ വാല്യൂ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പി എയുടെ വാല്യൂ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പി ബിയുടെ വാല്യൂ 6 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ആൻഡ് പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് പി ഡി എത്രയായിരിക്കും എന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതിന് തുല്യമാണ് പി സി ഇൻറ്റു പി ഡി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 8 ഇൻറ്റു 6 ഈക്വൽ ടു
3 ഇൻറ്റു എത്ര എന്ന് പറയാൻ പറ്റും? പി ഡി. അപ്പോൾ പി ഡിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 8ഉം 6ഉം കൂടെ ഗുണിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. ആൻസർ പി ഡിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 16 എന്ന് വരും. പി ഡിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 16. നമുക്കൊരു അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ പി എ ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, പി ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആയാൽ പി സി എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ എ 15, ഓപ്ഷൻ നമ്പർ ബി 12, ഓപ്ഷൻ നമ്പർ സി 14, ഓപ്ഷൻ നമ്പർ ഡി 16. ഈ ചോദ്യം ചെയ്യാനുള്ള കൺസെപ്റ്റ് ഇങ്ങനെയാണ്. എ ബിയും സി ഡിയും വൃത്തത്തിലെ 2 ഞാണുകളാണ്. വൃത്തത്തിന് പുറത്ത് പി എന്ന ബിന്ദുവിൽ അത് കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഇൻറ്റു സി, പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. നേരത്തെ എഴുതിയ ചോദ്യത്തിൽ വൃത്തത്തിനകത്താണ് കൂട്ടിമുട്ടിയത്, ഇവിടെ വൃത്തത്തിന് പുറത്താണ് കൂട്ടിമുട്ടിയത്. അങ്ങനെ മുട്ടുമ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു എന്ന് പറയാം പി ഡി. നമ്മളുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പി എയുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. പി എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 12. ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 12. ആൻഡ് പി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8. പി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8 ഈക്വൽ ടു. അടുത്തത് പി ഡി തന്നിട്ടുണ്ട്. പി ഡി എന്ന് പറയുമ്പോൾ എത്ര തന്നിരിക്കുന്നത്? 6. ചോദിച്ചത് പി സി ആണ്. അപ്പോൾ നമുക്ക് പറയാം പി സി ഇൻറ്റു എത്ര എന്ന് പറയാൻ പറ്റും? 6. ഓക്കെ. അപ്പോൾ പി സി എത്രയാണെന്ന് ചോദിച്ചാൽ 12 ഇൻറ്റു 8/6 എന്ന് വരും. 12ഉം 6 കൂടെ ഹരിച്ചാൽ 2 വരും. അപ്പോൾ പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 16 എന്ന് കിട്ടും. ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചിത്രത്തിൽ പി എ ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, പി ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എങ്കിൽ പി സി എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ എ 4, ഓപ്ഷൻ നമ്പർ ബി 6, ഓപ്ഷൻ നമ്പർ സി 2, ഓപ്ഷൻ നമ്പർ ഡി 10. നമ്മൾ നോക്കി, ഇതൊരു അർദ്ധവൃത്തമാണ്. ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ. ഈ പി സി എന്ന് പറയുന്നത് ഇവിടെ ലംബമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയർ എന്ന് പറയാം. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി സി സ്ക്വയർ എന്ന് പറയാം. അതായത് ഒരു വൃത്തത്തിലെ വ്യാസത്തിന് അതിന് ലംബമായ ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിൻ്റെ പകുതിയുടെ വർഗ്ഗമാണ്. അതായത് പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പി എ എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആൻഡ് പി ബി എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? പി സി എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം പി സി സ്ക്വയർ എന്ന് പറയുന്നത് 8 ഇൻറ്റു എത്ര എന്ന് പറയും? 2. പി സി എത്രയാണെന്ന് ചോദിച്ചാൽ √16. ആൻസർ എത്ര ആയിരിക്കും? 4. പി സിയുടെ വാല്യൂ 4 സെൻറ്റിമീറ്റർ എന്ന് പറയാം.